ആദാബ് ബച്ചോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 7ാം ക്ലാസ്സിലെ 13ാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാഠഭാഗത്തിൻ്റെ പേര് നോക്കാം അല്ലേ? നോക്കൂ, ഹോഷിയാർ രഹോ. എന്താ ഈ ഹോഷിയാർ രഹോ എന്ന് വെച്ചാൽ ശ്രദ്ധാലു ആയിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ? ഇവിടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? 3 കുട്ടികൾ സൈക്ലിങ് ചെയ്യുന്ന ഒരു ചിത്രമാണ് അല്ലേ? സൈക്കിളിൽ പോവുകയാണ് എവിടേക്കോ. ഇവിടെ ഇങ്ങനെ പാർക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ റോഡിലൂടെ ഹെൽമെറ്റൊക്കെ ധരിച്ച് സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നൊരു ചിത്രമാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ? നോക്കൂ, ദോ പഹർ കെ ബാദ് ടീച്ചർ ക്ലാസ് മേ ആക്കർ കഹനെ ലഗി. ഉച്ചയ്ക്ക് ശേഷം ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറയാൻ തുടങ്ങി, ബച്ചോ ആജ് റോഡ് സേഫ്റ്റി കാ ദിൻ ഹേ. കുട്ടികളെ, ഇന്ന് റോഡ് സേഫ്റ്റി ദിനമാണ്. रोड सेफ्टी के बारे में जानकारी देने के लिए ट्रैफिक പോലീസ് ഓഫീസർ हमारे സ്കൂൾ ആയേ ഹേ. റോഡ് സേഫ്റ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ തരാനായിട്ട്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എന്നുള്ള അർത്ഥം. ട്രാഫിക് പോലീസ് ഓഫീസർ നമ്മുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്, കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നൽകാനായിട്ട് കേട്ടോ. ട്രാഫിക് കവാനീൻ കെ ബാരെ മേ വോ ആപ് സേ ബാത് കരേംഗെ. ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് അവർ നിങ്ങളോട്, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. പോലീസ് ഓഫീസറിനെ ക്ലാസ് ലേത്തെ ഹുയെ എക് കഹാനി സുനായി. പോലീസ് ഓഫീസർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അതിലൊരു കഥയും അവതരിപ്പിച്ചു. ഇവിടെ നമ്മുടെ ജോഷ്നയുടെ സ്കൂളിൽ എന്ത് സംഭവിക്കുകയാണ്? ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് അല്ലേ ശരിക്കും നടക്കുന്നത്. ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നത് ആരാണ്? ട്രാഫിക് പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസർ വേറെയാണ്, ട്രാഫിക് പോലീസ് ഓഫീസർ. ട്രാഫിക് പോലീസ് ഓഫീസർ എവിടെയാണ്? റോഡിൻ്റെ കാര്യങ്ങൾ, വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് അല്ലേ ട്രാഫിക് പോലീസ് ഓഫീസർ. നമ്മൾ കണ്ടിട്ടുണ്ടാവും. റോഡിലിങ്ങനെ നമ്മൾ വാഹനം കൊണ്ട് പോകുന്ന സമയത്ത് ആ തിരക്ക് കുറയ്ക്കാനായിട്ടും അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്ന ആളുകളാണ് ട്രാഫിക് പോലീസ് ഓഫീസർ അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ, ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഈ ബോധവൽക്കരണ ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കഥയുടെ രൂപത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? കാരണം നമുക്കും അറിയാം, നമ്മുടെ സ്കൂളിലും ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടന്നിട്ടുണ്ടാവും. നമ്മളോട് വന്നിട്ട് ഒരാൾ ഒരു നിർദ്ദേശം പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാലും നമ്മൾ ഒരുപക്ഷെ ചെയ്യണം എന്നില്ല. കഥയിലൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെയൊക്കെ നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്ന് എന്താ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് മനസ്സിലാക്കും. അപ്പം നിങ്ങൾക്കും കുറേ കാര്യങ്ങൾ ഒരു കഥയിലൂടെ പറഞ്ഞു തരികയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, മായ നാം കി ഏക് ലഡ്കി ഷഹർ മേ രഹാ കർത്തി തി. മായ എന്നു പേരുള്ള ഒരു പെൺകുട്ടി പട്ടണത്തിൽ താമസിച്ചിരുന്നു. ഉസേ സൈക്കിൾ പർ ഘൂംന ബഹുത്ത് പസന്ത് താ. ഉസേ, അവൾക്ക് സൈക്കിളിൽ കറങ്ങുക എന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഏക് ദിൻ മായാനെ अपनी सहेली സൽമാ കെ സാത്ത് പാർക്ക് മേ ജാനെ കാ ഫൈസല കിയ. ഒരു ദിവസം മായ തൻ്റെ കൂട്ടുകാരിയായ സൽമയോടൊപ്പം പാർക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഫൈസല കിയ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. ദോനോ അപ്നെ ചംകദാർ ഹെൽമെറ്റ് പഹൻകർ സൈക്കിൾ ചലാത്തെ ഹുയെ നിക്കൽ ഗയെ. രണ്ടുപേരും അല്ലെങ്കിൽ അവരവരുടെ തിളങ്ങുന്ന ഹെൽമെറ്റ് ധരിച്ചിട്ട് എന്ത് ചെയ്തു? സൈക്കിളിൽ യാത്ര പുറപ്പെട്ടു. കണ്ടില്ലേ? വേഗം പോയിട്ട് സൈക്കിൾ എടുത്ത് ഓട്ടിക്കുകയല്ല ചെയ്തത്. പകരം അവരെന്ത് ചെയ്തു? ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ടാണ് അല്ലേ? ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? യാത്ര ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ബൈക്കിൽ പോകുന്നവർക്ക് മാത്രമാണ് ഹെൽമെറ്റ് എന്നുള്ളതാണ് അല്ലേ? പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നോക്കൂ, ट्रैफिक पर लाल सिग्नल मिला, दोनों ने अपनी अपनी സൈക്കിൾ रोक ली. ട്രാഫിക്കിൽ ലാൽ സിഗ്നൽ കിട്ടി. അവർ അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? ലാൽ സിഗ്നൽ കിട്ടി അല്ലേ? നമുക്കറിയാലോ, സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളവിടെ വാഹനം നിർത്തും. രണ്ടുപേരും എന്ത് ചെയ്തു? അവരവരുടെ സൈക്കിൾ അവിടെ നിർത്തി. ഉസ് വക്ത് ഏക് ആദമി തേസി സേ മോട്ടോർ സൈക്കിൾ ചലാത്താ ഹുവ ആയ ഓർ ബച്ചോं സേ കഹം. ആ സമയത്ത് ഒരാൾ വളരെ സ്പീഡിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് അവിടേക്ക് വന്നിട്ട് പറയുകയാണ്, ഈ കുട്ടികളോട് പറഞ്ഞു. വളരെ സ്പീഡിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഈ കുട്ടികളോട് പറഞ്ഞു, അരേ ബച്ചോ ഇസ് തര ക്യോं ഖടേ ഹോ, ആഗേ ചലോ ഉദർ പോലീസ് നഹീ ഹേ.
എന്താ പറഞ്ഞത്? അരേ കുട്ടികളെ അല്ലേ, കുട്ടികളെ, നിങ്ങൾ എന്തിനാ ഇവിടെ അങ്ങനെ നിൽക്കുന്നത്? മുന്നോട്ടേക്ക് പോകൂ, അവിടെ ട്രാഫിക് പോലീസൊന്നുമില്ല, അവിടെ പോലീസൊന്നുമില്ല, നിങ്ങൾ മുന്നിലേക്ക് പൊയ്ക്കോളൂ എന്ന്. അപ്പോൾ എന്ത് ചെയ്തില്ല അയാൾ ലാൽ സിഗ്നൽ വന്നപ്പോൾ വണ്ടി നിർത്തിയതുമില്ല, ഇവരോട് പറയുകയാണ് അതനുസരിക്കണ്ട എന്നുള്ളത്. അപ്പം നമ്മുടെ കുട്ടികൾ എന്ത് പറഞ്ഞു? നെഹി ചാച്ച, ട്രാഫിക് മേ ലാൽ സിഗ്നൽ ഹേ തോ ഹമേ രുക്നാ ചാഹേ. കുട്ടികൾ പറയുന്നത് കണ്ടോ? ഇല്ല ചാച്ച, ട്രാഫിക്കിൽ ലാൽ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ നിർത്തണം. ഹ ഹ ഹ തും ദോനോ ബേവക്കൂഫ് ഹോ. അയാൾ ചിരിക്കുകയാണ് അല്ലേ, കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയണം, നിങ്ങൾ രണ്ടുപേരും വിഡ്ഢികളാണോ? ആദമി ബച്ചോം പർ ഹസ്തേ ഹുയെ തേസി സേ ആകെ ബഡ് ഗയ. കുട്ടികളെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? അവിടെ നിന്നും സ്പീഡിൽ മുന്നോട്ടേക്ക് പോയി. കണ്ടില്ലേ, നമ്മൾ സിഗ്നലിൽ വണ്ടി നിർത്തുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ പറയാനൊക്കെ ആൾക്കാരുണ്ട്, അവിടെ പോലീസൊന്നുമില്ല. പോലീസിന് വേണ്ടിയിട്ടല്ല സിഗ്നൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലേ? പോലീസിനാണോ സിഗ്നലിൻ്റെ ആവശ്യം? നമുക്കാണ് ആവശ്യം അല്ലേ? നമുക്ക് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിഗ്നലുകളൊക്കെ നമ്മൾ അനുസരിക്കണം എന്ന് പറയുന്നത്. അവിടെ പോലീസില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ അർത്ഥം? അപ്പോൾ ഈ കുട്ടികൾ അങ്ങനെ ചെയ്തില്ല അല്ലേ? ഈ കുട്ടികൾ അതും കേട്ടിട്ട് സൈക്കിൾ എടുത്ത് മുന്നോട്ട് പോയില്ല. ഇവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇവിടെ നോക്കൂ. കുച്ച് ദേർ ബാദ് ഹരാ സിഗ്നൽ മില. കുറച്ച് സമയത്തിന് ശേഷം പച്ച സിഗ്നൽ വന്നു അല്ലേ, അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു. ദോനോ സൈക്കിൾ ലേക്കർ ആരാം സേ ആകെ പടേ. രണ്ടുപേരും സൈക്കിളും എടുത്ത് പതിയെ മുന്നോട്ടേക്ക് പോയി തുടങ്ങി. അപ്പോൾ പച്ച സിഗ്നൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാഹനം എടുക്കേണ്ടത്. ചൽത്തേ ചൽത്തേ വോ ഗലി കി ദൂസരി തറഫ് പഹുഞ്ചി. അങ്ങനെ പോയി അല്ലെങ്കിൽ സൈക്കിൾ ഓടിച്ച് അവർ അവിടെ എത്തി. അവർ തെരുവിൻ്റെ വേറെ ഭാഗത്ത് അല്ലെങ്കിൽ മറുഭാഗത്തെത്തി. ദേക്കാ കെ ചന്ദ് ബച്ചെ സഡക് പാർ കർ രഹേ തെ ഓർ വോ ട്രാഫിക് സിഗ്നൽ പർ ബിൽക്കുൽ തവജ്ജ നഹി ദേ രഹേ തെ. നോക്കുമ്പോഴെന്താ കണ്ടത്? കുറച്ച് കുട്ടികൾ റോഡ് മുറിച്ച് കിടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർ ട്രാഫിക് സിഗ്നലിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. നമ്മൾ റോഡ് കിടക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഓടിപ്പോയി കിടക്കുന്ന ആ ഒരു സ്വഭാവമില്ലേ, അതുപോലെ. നമ്മൾ അങ്ങനെയാണോ കിടക്കേണ്ടത്? അല്ല അല്ലേ? അതേപോലെ ഇവിടെ എന്ത് ചെയ്യാണ്? കുറച്ച് കുട്ടികൾ റോഡൊക്കെ മുറിച്ച് കിടക്കുന്നുണ്ട്, പക്ഷെ അവർ ട്രാഫിക് സിഗ്നലിനെ കുറിച്ചൊന്നും യാതൊരു കാര്യം ശ്രദ്ധിക്കുന്നില്ല. ദോനോനെ സൈക്കിൾ കി റഫ്താർ കം കി ഓർ ഗണ്ടി ബജായി. രണ്ടുപേരും സൈക്കിളിൻ്റെ സ്പീഡൊക്കെ കുറച്ചു, എന്നിട്ട് ബെല്ലടിച്ചു. എന്നിട്ട് പറഞ്ഞു, അരേ ദോസ്തോ ജരാ ധ്യാൻ സേ ചലോ. അല്ലേ, എന്താ പറഞ്ഞത്? കൂട്ടുകാരെ, ഒന്ന് ശ്രദ്ധയോടുകൂടെ പോകൂ, അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചു പോകൂ. സടക് പാർ കർണേ സേ പഹലെ ദോനോ തറഫ് ദേഖ്നാ ചാഹേ. റോഡ് മുറിച്ച് കിടക്കുന്നതിന് മുന്നേ രണ്ട് ഭാഗവും നോക്കണം. ഓർ സീബ്ര ലൈൻ പർ ഹി സടക് പാർ കർണി ചാഹേ. പിന്നെയോ അത് മാത്രമല്ല, സീബ്ര ലൈനിലൂടെ ആയിരിക്കണം നമ്മൾ റോഡ് മുറിച്ച് കിടക്കേണ്ടത്. നമ്മുടെ സ്കൂളുകളൊക്കെ റോഡ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ റോഡ് മുറിച്ച് കിടക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ റോഡിൻ്റെ മുന്നിൽ തന്നെ സീബ്ര ലൈൻ വരച്ചിട്ടുണ്ടാവും റോട്ടിൽ അല്ലേ? നമ്മളൊക്കെ മിക്കവാറും അതിലൂടെ ആയിരിക്കും റോഡ് മുറിച്ച് കിടക്കുന്നത്. അപ്പോൾ റോഡ് മുറിച്ച് കിടക്കുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ശരിക്കും 3 പ്രാവശ്യം നോക്കണം എന്നാണ് പറയുക. ഒന്ന് റൈറ്റിലേക്ക് നോക്കുക, വീണ്ടും ലെഫ്റ്റിലേക്ക്, വീണ്ടും റൈറ്റിലേക്ക്. അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റോഡ് മുറിച്ച് കിടക്കേണ്ടത് എന്നാണ് പറയുക. അതും പോരാ, നമ്മൾ എന്ത് ചെയ്യണം? എന്തിനാ ഈ നോക്കുന്നത്? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിക്കാനല്ല അല്ലേ? എന്തിനാ നോക്കുന്നത്? വാഹനങ്ങൾ വരുന്നുണ്ടോ, അപകട സാധ്യതയുണ്ടോ എന്നാണ് ഈ നോക്കുന്നതിലൂടെ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ തലതിരിച്ചിട്ട് പോവല്ല അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കി വാഹനമൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി സീബ്ര ലൈനിലൂടെ ആവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റോഡ് മുറിച്ച് കിടക്കേണ്ടത്. മായാ കി ആവാസ് സുൻകർ ബച്ചോ ഏക് ദം രുക് ഗയേ. മായയുടെ ശബ്ദം കേട്ടപ്പോൾ കുട്ടികൾ ഒരു നിമിഷം നിന്നു. എന്നിട്ടാ കുട്ടികൾ പറഞ്ഞു, ശുക്രിയ ദീദി ഹം ധ്യാൻ രഖേംഗെ. എന്താ പറഞ്ഞത്? ശുക്രിയ ദീദി അല്ലേ, ശുക്രിയ ചേച്ചി. ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നുള്ള അർത്ഥമാണ്. ഞങ്ങൾ ശ്രദ്ധിക്കാം അല്ലേ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. സബി ബച്ചോനെ ഏക് സാത്ത് കഹ. എല്ലാ കുട്ടികളും ഒരുമിച്ച് പറഞ്ഞു. നമ്മളിങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? നമ്മളോട് നോക്കിക്കിടന്ന് നോക്കിപ്പോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെ ആയിരിക്കില്ലേ പലരും പറയാം? അല്ല അല്ലേ? നിങ്ങളും ഇത് തന്നെയാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളും നല്ല കുട്ടികളാണ് കേട്ടോ. നോക്കൂ, ദോനോ ആകെ ബടെ. രണ്ടുപേരും മുന്നോട്ടേക്ക് പോയി. തോടി ഹി ദൂർ പഹ്ഞ്ചി തേ കെ
സഡക് പർ എക് ഹജും ദിക്കായി ദിയ. കുറച്ച് ദൂരം കൂടെ എത്തിയ സമയത്ത് റോഡിൽ ഒരു ജനക്കൂട്ടം കണ്ടു, അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം കണ്ടു. ദോനോനെ സൈക്കിൾ രുക്കി. രണ്ടുപേരും സൈക്കിൾ നിർത്തി. देखा तो एक आदमी सड़क पर गिरा हुआ था और दर्द के मारे जोर जोर से चिल्ला रहा था. നോക്കുമ്പോൾ ഒരാൾ റോഡിൽ വീണ് കിടക്കുന്നു. പിന്നെയോ അയാൾ വേദന കൊണ്ട് ഉറക്കെ നിലവിളിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ സൽമ പറയുന്നത്, ദേഖോ മായ ഈ വഹി ചച്ച ഹേ. സൽമാനെ കഹ, നോക്കു മായ, അത് നമ്മുടെ അതേ ചച്ചയാണ് എന്ന്. ഏത് ചച്ചയാണ്? നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ, നല്ല സ്പീഡിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് വന്നിട്ടുള്ള ആ ചച്ച. സൽമ പറഞ്ഞു, ഉൻകി യേ ഹാലത്ത് ദേക്കർ ബച്ചോं को बहुत दुख हुआ. അയാളുടെ അവസ്ഥ കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ അവസ്ഥ കണ്ടിട്ട് കുട്ടികൾക്ക് വളരെ സങ്കടമായി. ദോനോ ദൗഡ്കർ ഉൻകെ പാസ് ആയേ ഓർ ഉനെ പാനി പിലായ. രണ്ടുപേരും ഓടിപ്പോയി അയാളുടെ അടുത്തെത്തി. എന്നിട്ട് അയാൾക്ക് വെള്ളമൊക്കെ കൊടുത്തു. അയാളെ വെള്ളമൊക്കെ കുടിപ്പിച്ചു. സൽമാനെ പാസ് की दुकान से 108 നമ്പർ पर ഫോൺ करके ആംബുലൻസ് ബിലായ. പിന്നെയോ സൽമ വേഗം അടുത്തുള്ള കടയിൽ ചെന്നിട്ട് 108 എന്ന നമ്പറിൽ ഫോൺ ചെയ്ത് ആംബുലൻസിനെ വിളിച്ചു. സാത്ത് ഹി കുച്ച് ലോഗ് ഉൻകി മദത് കെ ലിയെ ദൗഡേ ആ രഹേ തെ. അല്ലേ, എന്താ പറഞ്ഞത്? അവർക്കൊപ്പം തന്നെ കുറച്ച് ആളുകൾ അവരെ സഹായിക്കാനായിട്ട് ഓടിയെത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി? കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അമിതവേഗം ആപത്താണ്. അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നലുകൾ നമ്മൾ പാലിക്കണം. വാഹനം എടുക്കുന്നതിന് മുന്നേ ഹെൽമറ്റ് ധരിക്കണം. അതുപോലെ തന്നെ ഈ ആംബുലൻസിൻ്റെ നമ്പർ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്, 108. കാരണം ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വരാം. അപ്പോഴൊക്കെ നമ്മൾ ഈ നമ്പർ ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാവുന്ന വിധം സഹായിക്കണം. കണ്ടോ, ഇവർ ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞ് മാറി നിന്നില്ലല്ലോ, ഓടിപ്പോയി അല്ലേ, വെള്ളമൊക്കെ കൊടുത്ത് ആംബുലൻസിൻ്റെ നമ്പറൊക്കെ വിളിച്ച്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും ചെയ്യാൻ കഴിയും. നമ്മളതൊക്കെ ചെയ്യാം. പിന്നെ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഭയങ്കര ശ്രദ്ധാലുവായിരിക്കണം. മനസ്സിലായോ? അതല്ലാന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. റോഡ് മുറിച്ച് കിടക്കുന്നതിന് മുന്നേ നമ്മൾ 2 ഭാഗം നോക്കി ഉറപ്പ് വരുത്തണം വാഹനങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ സീബ്ര ലൈനിലൂടെ ആവണം നമ്മൾ റോഡ് മുറിച്ച് കിടക്കേണ്ടത്. പിന്നെ റെഡ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ വാഹനം നിർത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ വാഹനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഹെഡിങ് ശ്രദ്ധാലുവായിരിക്കുക എന്നുള്ള ഹെഡിങ് ഈ പാഠഭാഗത്തിന് എത്രത്തോളം ഉചിതമാണ് എന്നുള്ളത് നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും ശ്രദ്ധിക്കുക. അപ്പോൾ ഹോഷിയാർ രഹോ. ഖുദാ ഹാഫിസ്.